കൂടുതൽ ആളുകളും ക്രെഡിറ്റ് സ്കോറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഒരു പക്ഷേ വൺ സ്കോർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും. നമുക്ക് സിബിൽ സ്കോറും എക്സ്പീരിയൻസ് സ്കോറും ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചാർജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൺ സ്കോർ പ്ലസ് എന്ന് പറയുന്ന അവരുടെ പെയ്ഡ് പ്ലാനിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇനി എക്സ്പീരിയൻസ് സ്കോർ ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ടൈംസാണ് നമുക്ക് റീഫ്രഷ് അവൈലബിൾ ആവുള്ളത്. നമുക്ക് കിട്ടുന്ന ഡാറ്റയിലേക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ സിബിൽ റിപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൺ സ്കോറിൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞ അവരുടെ ഒരു പെയ്ഡ് പ്ലാനിലേക്ക് മാറേണ്ടതായിട്ട് വരും. ക്രെഡിറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ക്രെഡിലും ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് സ്കോർ പ്ലസ് എന്ന് പറഞ്ഞൊരു പെയ്ഡ് പ്ലാൻ വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്തോറും ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിലും ഈ രീതിയിൽ പെയ്ഡ് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഫ്രീ ഓപ്ഷൻ ലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. വൺ സ്കോർ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുൻപ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് സ്കോറിൻ്റെ ഓപ്ഷൻ വന്നിരുന്നു. നമുക്ക് മന്ത്ലി ഒരു റീഫ്രഷ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സ്കോർ അറിയാനും റിപ്പോർട്ട് എടുക്കാനും സാധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് എക്സ്പീരിയൻസ് ഒരു ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സിബിലിൻ്റെ ഓപ്ഷനിൽ അൺലോക്ക് സിബിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. വൺ സ്കോർ പ്ലസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫീച്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രീ ഓപ്ഷനിൽ സിബിൽ സ്കോർ നമുക്ക് ലഭ്യമല്ല. എക്സ്പീരിയൻസ് സ്കോറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മന്ത്ലി ഒരു റീഫ്രഷ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ എക്സ്ട്രാ ഓപ്ഷൻസും കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി പ്ലസ് എന്ന് പറഞ്ഞവരുടെ പെയ്ഡ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സിബിൽ സ്കോർ നമുക്ക് മന്ത്ലി റീഫ്രഷ് അവൈലബിൾ ആയിരിക്കും. എക്സ്പീരിയൻസ് സ്കോർ നമുക്ക് മന്ത്ലിക്ക് പകരം ഈ ഒരു പെയ്ഡ് വേരിയന്റിൽ നമുക്ക് വീക്ക്ലി റീഫ്രഷ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ലോൺ അപ്രൂവൽ ചാൻസ്, ക്രെഡിറ്റ് കോച്ച്, ഏജൻറ്റ്സ് ഫോർ ബാങ്ക് ആൻഡ് ബ്യൂറോ കണക്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു പ്ലസ്സിൽ വരുന്നുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഡാറ്റയൊക്കെ വെച്ച് കുറച്ച് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നൽകുന്നത്. പിന്നെ ലോൺ അപ്രൂവൽ ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അവർ ഏതെങ്കിലും ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ ടൈപ്പ് ആയിട്ടായിരിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ നല്ലൊരു ക്രെഡിറ്റ് പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇവരുടെ പ്ലാറ്റ്ഫോം വഴി ലോൺ അപ്ലൈ ചെയ്തെടുക്കുന്നു. അവർക്ക് അതിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടുകയും ചെയ്യുന്നു. സോ അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അനലൈസ് ചെയ്യണം, ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇങ്ങനെ പെയ്ഡ് പ്ലാനോ കാര്യങ്ങളോ ഒന്നിൻ്റെ എടുക്കുന്ന ഒരു ആവശ്യം ഇന്നത്തെ കാലത്തില്ല. പിന്നെ ഇപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, സിബിൽ റിപ്പോർട്ട് ആൻഡ് എക്സ്പ്ലെയിനർ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നൽകും. അപ്പോൾ പൈസ ബസാറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഒരു കോപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. റിപ്പോർട്ട് നേരെ റീഡ് ചെയ്ത് തരുന്നു. സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. പിന്നെ സ്കോർ സിമുലേറ്റർ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇത്ര സ്കോർ കുറയും, ഇത്ര സ്കോർ കൂടും, അങ്ങനെയുള്ളൊരു സിമുലേറ്റർ ഓപ്ഷൻ വെച്ചിട്ട് 800+ സ്കോർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷനും കമ്മിങ് സൂൺ ആണ്. സോ ഇതൊക്കെയാണ് അവരുടെ പെയ്ഡ് പ്ലാൻ, അതായത് വൺ സ്കോർ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമലി 299 രൂപയാണ് ഒരു മാസം അവർ ചാർജായിട്ട് വാങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു മാസം 99 രൂപ എന്ന രീതിയിലാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വൺ സ്കോർ പ്ലസ് എന്ന് പറഞ്ഞ അവിടെ ഒരു പെയ്ഡ് ഓപ്ഷൻ. ഇനി നമുക്ക് ക്രെഡ് നോക്കാം. ക്രെഡിലേക്ക് വരുന്ന സമയത്ത് ക്രെഡിൽ നമുക്ക് സിബിൽ സ്കോറാണ് കിട്ടുന്നത്. സിബിൽ സ്കോറും റിപ്പോർട്ടും കിട്ടും. അത് നമുക്കിപ്പോൾ നിലവിൽ ഫ്രീ ഓപ്ഷൻസ് മുൻപുണ്ടായിരുന്ന പോലെ തന്നെ ലഭ്യമാണ്. നമുക്ക് മാസത്തിൽ ഒരു തവണ നമ്മുടെ സ്കോർ നമുക്ക് റീഫ്രഷ് ചെയ്യാം, റിപ്പോർട്ട് എടുക്കാനായിട്ട് സാധിക്കും. മുൻപ് കിട്ടിയിരുന്ന കാര്യങ്ങളിലൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിലില്ല, പിന്നീട് വന്നേക്കാം. ഇത് കൂടാതെ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ അലർട്ട്, യു ആർ മിസ്സിംഗ് ഔട്ട് ഓൺ ക്രിട്ടിക്കൽ റിപ്പോർട്ട് അലർട്ട്. നമ്മുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും അലർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പെയ്ഡ് പ്ലാനിലേക്ക് മാറേണ്ടതായിട്ട് വരും. നമ്മുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ടൈം ടു ടൈം നമുക്ക് അലർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ പെയ്ഡ് പ്ലാനിലേക്ക് കിട്ടും. നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സ്കോർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റന്റ് റീഫ്രഷ് ആണ്. 69 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് സിബിൽ സ്കോർ അപ്പോൾ തന്നെ അറിയാം, ലേറ്റസ്റ്റ് സ്കോർ അറിയാം, ലേറ്റസ്റ്റ് റിപ്പോർട്ട് എടുക്കാം, എന്ത് ചേഞ്ചാണ് പ്രീവിയസ് റിപ്പോർട്ടിൽ നിന്നും വന്നത് എന്ന കാര്യം നമുക്ക് അറിയാം. സിമ്പിൾ ആണ്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻസ്റ്റന്റ് റീഫ്രഷ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് സിംഗിൾ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഡെയിലി സ്കോർ റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും. സിബിൽ അലർട്ട് കിട്ടും. പിന്നെ ക്രെഡിറ്റ് കോച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഡാറ്റയൊക്കെ വെച്ചിട്ട് ഇന്ന കാര്യം ചെയ്താൽ നമുക്ക് ഇത്ര സ്കോർ കൂടും, ഇത്ര സ്കോർ കുറയും, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക. അത് നമുക്ക് മന്ത്ലി ആണെങ്കിൽ 99 രൂപ ആണ് ഫസ്റ്റ് മന്ത് വരുന്നത്. അത് കഴിയുമ്പോൾ 149 രൂപ പെർ മന്ത് വരും. നമ്മൾ ഇയർലി, അതായത് ആനുവലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർ മന്തിന് 99 രൂപ എന്ന രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ 12 മാസത്തെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മാസത്തിന് 99 രൂപ എന്ന രീതിയിലായിരിക്കും വാല്യൂ വരുന്നത്. പിന്നെ മൂന്നാമത്തെ പ്ലാൻ ഡിയോ എന്ന് പറഞ്ഞൊരു പ്ലാനാണ്.
അത് നമുക്ക് 2 പ്രൊഫൈൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ മന്ത്ലി പ്ലാൻ ആണെങ്കിൽ ആദ്യത്തെ മാസം 149 രൂപ, പിന്നെ 199 രൂപ ഓരോ മാസം കൊടുക്കണം. അത് നമ്മൾ ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിന് 149 രൂപ എന്ന രീതിയിൽ കൊടുത്താൽ മതിയാകും. ഡെയിലി സ്കോർ റിഫ്രഷ് ഉണ്ട്, സിബിൽ അലർട്ട് ലഭിക്കും. ഡിയോ പ്ലാനും സിംഗിൾ പ്ലാനും സെയിം ആണ്. സിംഗിൾ പ്ലാൻ നമുക്ക് ഒരു പ്രൊഫൈലായിരിക്കും കിട്ടുന്നത്. ഡിയോ പ്ലാൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നമുക്ക് 2 പ്രൊഫൈൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവരുടെ പെയ്ഡ് പ്ലാനായ പ്ലസിന്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്കോർ റിഫ്രഷ് നോർമൽ ഫ്രീ പ്ലാനിൽ മന്ത്ലി ഒരു വട്ടമാണ്. പ്ലസ് പ്ലാനിൽ നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആണ്. സിബിൽ റിപ്പോർട്ട് അലർട്ട് പെയ്ഡ് പ്ലാനിലേക്ക് കിട്ടും. AI ക്രെഡിറ്റ് കോച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് പ്ലസ് പ്ലാനിൽ കിട്ടും. അത് ഇയർലി ആക്സസ് ആണ്, ഇതുവരെ വന്നിട്ടില്ല. വേറൊന്നുമല്ല, നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നമ്മുടെ ക്രെഡിറ്റ് പ്രൊഫൈലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ട് പറഞ്ഞു തരും. അതാണ് ഈ ഒരു AI ക്രെഡിറ്റ് കോച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാല്യൂ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് പൈസ ബസാറിന്റെ ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറയുന്ന പ്ലാനാണ്. അതാകുമ്പോൾ നമുക്ക് ഇയർലി 399 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ക്രെഡിറ്റ് ബ്യൂറോയുടെയും റിപ്പോർട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വീക്ക്ലി റീഫ്രഷ് ആണ് വരുന്നത്. സിബിൽ, എക്സ്പീരിയൻ, ക്രിഫ്, അതുപോലെ തന്നെ ഇക്വിഫാക്സ്, അങ്ങനെ 4 ബ്യൂറോയുടെയും റിപ്പോർട്ടും സ്കോറും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പൈസ ബസാറിൽ നമുക്ക് ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് 4 ബ്യൂറോയുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. പെയ്ഡ് പ്ലാനിൽ നമുക്ക് ലേറ്റസ്റ്റ് ക്രെഡിറ്റ് സ്കോർ ആൻഡ് PDF റിപ്പോർട്ട് കിട്ടും. പിന്നെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റി വീക്ക്ലി അലർട്ട് കിട്ടും. പിന്നെ ബിൽ പേയ്മെന്റ് അഷ്വേർഡ് റിവാർഡ് വരുന്നുണ്ട്. പിന്നെ AI വീഡിയോ റിപ്പോർട്ട് എക്സ്പ്ലനേഷൻ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. 24/7 ചാറ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ട് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് അതിന് ഇൻഫർമേഷൻ ഇന്ന കാര്യം ഇന്നതാണെന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമുക്ക് 10,000 രൂപയുടെ UPI ഫ്രോഡ് ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പെയ്ഡ് പ്ലാനുള്ളത്. അത് നമ്മൾ മന്ത്ലി പ്ലാനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കില്ല. ഡെയിലി റിപ്പോർട്ട് റീഫ്രഷ് അവൈലബിൾ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് UPI ഫ്രോഡ് ഇൻഷുറൻസ് കവറേജും കിട്ടുകയില്ല. നമ്മൾ ഇയർലി എന്ന രീതിയിൽ ഒരുമിച്ച് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ഓപ്ഷൻസും അഡീഷണൽ ആയിട്ട് കിട്ടും. ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, കന്നഡ, തെലുങ്ക്, മറാത്തി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ റിപ്പോർട്ടിലെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിച്ച് തരും. ഇനി ഇവരുടെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ആണെങ്കിൽ ഒരു മാസം 34 രൂപ എന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ മാസം 34 രൂപ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസം 99 രൂപയാണ് ചാർജ് വരുന്നത്. ഇയർലി പ്ലാൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരിക 399 രൂപയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. ഇനി വൺ ടൈം പേയ്മെന്റ് ആണെങ്കിൽ 149 രൂപയാണ് വൺ ടൈം പേയ്മെന്റ് വരുന്നത്. 24 മണിക്കൂറായിരിക്കും വാലിഡിറ്റി വരുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് സ്കോർ വിത്ത് ഇൻസൈറ്റ് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ റിപ്പോർട്ട് ഡീറ്റെയിൽ റിപ്പോർട്ട് ഈ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ അറിയാനായിട്ട് ഒരു പെയ്ഡ് പ്ലാൻ എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക സിബിലിന്റെ ഡയറക്റ്റ് പെയ്ഡ് പ്ലാൻ എടുക്കുന്നതായിരിക്കും. 1200 രൂപയാണ് ഇയർലി പ്ലാൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ബാക്കി പ്ലാറ്റ്ഫോമിൽ നമ്മൾ പെയ്ഡ് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഇമെയിൽ ആയിരിക്കും സെൻഡ് ആകുന്നത്. പലപ്പോഴും പ്രോപ്പറായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ആവണമെന്നില്ല. അതേസമയം നമ്മുടെ കയ്യിൽ സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ട്രാക്ക് ചെയ്യാനും സാധിക്കും. അതിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ അറിയാനും ട്രാക്ക് ചെയ്യാനും ഒരു പെയ്ഡ് പ്ലാൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു, 1200 രൂപ ഇയർലി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ സിബിലിൻ്റെ ആ ഒരു ഡയറക്റ്റ് പെയ്ഡ് പ്ലാൻ ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് പെയ്ഡ് പ്ലാൻ ഒന്നും എടുക്കാനായിട്ട് താല്പര്യമില്ല, പക്ഷേ വീക്കിലി ഏറ്റവും പുതിയ സ്കോറും റിപ്പോർട്ടും എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് ഓരോരോ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാൽ മതിയാകും. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ആ ഒരു വീഡിയോ കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി